എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാർക്കറ്റിൽ തന്നെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പൾസർ സീരീസിലെ N125 മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസും അതിൻ്റെ ഫോട്ടോസും എല്ലാം കണ്ടിട്ടുണ്ടാകും. ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഓൾ ഓവർ ന്യൂ ഡിസൈനാണ്, പുതിയ എൻജിനാണ്, പുതിയ ചേസിസ് ആണ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളി എയറോഡൈനാമിക് ഡിസൈനാണ്. മാക്സിമം സ്പീഡിൽ പോകാനും മാക്സിമം എയർ കട്ട് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ടും സേഫായിട്ടും നമുക്ക് യാത്ര ചെയ്യാനും പറ്റിയൊരു ഡിസൈനിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ല, വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഹെഡ്ലൈറ്റ് കണ്ട ഏകദേശം ഒരു ഹോണറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡിസൈനായിട്ട് ഈ മിറർ സീരീസ് എല്ലാം തന്നെ പുതിയ പൾസർ N സീരീസിൽ വരുന്ന പോലത്തെ ഡിസൈൻ ആണെങ്കിൽ തന്നെയും ഈ ഒരു വണ്ടിയിൽ പുതിയൊരു മിററാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും നമ്മുടെ ബജാജിൻ്റെ ഫ്രീഡത്തിൽ വരുന്ന പോലത്തെ ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ ലൈറ്റ് ആണ് വരുന്നത്, ഹാലജൻ ബൾബാണ്. പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് വരുന്നത് സ്പ്ലിറ്റ് LED ഹെഡ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് LEDs കമ്പനി യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചമാണ്, ലോങ് ത്രോ വരുന്ന നല്ല അടിപൊളി വെട്ടം തന്നെയാണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. പിന്നെ ഫിക്സഡ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്പർ പ്ലേറ്റ് മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പും ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ. ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് 150 mm ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷനാണ് നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നത്. കൂടാതെ ഫുൾ ഫൈബർ മെറ്റീരിയലും ഉണ്ട്. സസ്പെൻഷൻ്റെ ഫുൾ പോർഷൻസ് കവർ ചെയ്തിരിക്കണം. അപ്പോൾ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. ഡ്യുവൽ പിസ്റ്റൺ യൂസ്വൽ ഡിസ്ക് ബ്രേക്ക് ആണ്. കോംബി ബ്രേക്ക് സപ്പോർട്ടും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഫ്രണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുകൂടാതെ ട്യൂബ്ലെസ് ടയേഴ്സും ഈ മോഡലിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ മഡ് ഗാർഡ്സ് ആണ്. മാറ്റ് ഗ്രേ കളറിലുള്ള അടിപൊളി മഡ് ഗാർഡ് വരുന്നുണ്ട്. മഡ് ഗാർഡിനായിട്ട് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് ലെഫ്റ്റും റൈറ്റ് സൈഡിൽ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ റിഫ്ലക്റ്റേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ടയർ സൈസ് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. 80-100-17 ട്യൂബ്ലെസ് ടയേഴ്സാണ് വണ്ടിയിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സീറ്റ് ഹൈറ്റാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സീറ്റ് ഹൈറ്റ് തരുന്നൊരു വാഹനമാണ്. 795 mm ആണ് അതിൻ്റെ സീറ്റ് ഹൈറ്റ്. അതുകൂടാതെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. 198 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ വെയിറ്റ് വരുന്നത് 125 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം പൊക്കം കുറഞ്ഞ ആളായാൽ പോലും നമുക്ക് സുഖമായിട്ട് വണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് നമ്മുടെ ടാങ്കിനോട് കുറച്ച് കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. എന്നാലും നല്ല നടു നിവർത്തിയിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. സീറ്റ്സ് എല്ലാം തന്നെ ഒരുപാട് സോഫ്റ്റ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാൽ ഹാർഡ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലിലാണ് സീറ്റിൻ്റെ സോഫ്റ്റ്നെസ്, കുഷനിങ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്യൂൾ ടാങ്കിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 9.5 ലിറ്റർ ആണ്. ഫ്യൂൾ ടാങ്ക് ഏകദേശം നമ്മുടെ ഫ്രീഡത്തിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ടാങ്കിൻ്റെ രണ്ട് സൈഡിലും നല്ല അടിപൊളി സ്പോർട്ടി ആയിട്ടുള്ള കൗൾസ്, ടാങ്ക് കൗൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും താഴെയും യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിലെ പോർഷനിൽ പൾസറിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്പോർട്ടി ആയിട്ടുള്ള അടിപൊളി സ്റ്റിക്കർ വർക്ക്സും ഒരുപാട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്യൂൾ ടാങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്, ആ ഫ്യൂൾ ടാങ്ക് യൂണിറ്റിൽ തന്നെയാണ് വാഹനത്തിൻ്റെ USB ചാർജിങ്ങിനുള്ള ഓപ്ഷനും. BS6 മോഡലാണ്, E20 ഫ്യൂൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂൽ നമുക്ക് ഈ വണ്ടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പൾസർ സീരീസിലെ N160 മോഡൽ വരുന്ന പോലത്തെ ഒരു സ്വിച്ച് ക്യൂബാണ് രണ്ട് സൈഡിൽ നമുക്ക് ലഭിക്കുന്നത്. നോർമലി ആയിട്ടുള്ള സ്വിച്ചസ് തന്നെയാണ് വരുന്നത്. ഡിം ബ്രൈറ്റും കൂടി ഒറ്റ സ്വിച്ചിൽ ഇൻഡിക്കേറ്ററാണ്. പിന്നെ അതുകൂടാതെ പാസ് ബട്ടൺ അവൈലബിൾ ആണ്. ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്. ഹൈ എൻഡ് മോഡൽ, ടോപ്പ് എൻഡ് മോഡലിൽ നമ്മുടെ എന്താ പറയുക ഫുൾ ഡിജിറ്റൽ മീറ്റർ ഹാൻഡിൽ ചെയ്യാനുള്ള സ്വിച്ച് കൂടി ഇടത്തെ സൈഡിൽ സ്വിച്ച് ക്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബാർ ഹാൻഡിൽ വരുന്നത്. സിംഗിൾ പൈപ്പ് അപ്രൈറ്റ് ഹാൻഡിൽ ബാറാണ് കിട്ടുന്നത്. നമുക്ക് നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. മാറ്റ് ബ്ലാക്ക് കളറിലാണ്. അത്യാവശ്യം നല്ല നിവർത്തിരുന്ന് വണ്ടി ഓടിച്ച് നോക്കാവുന്നതാണ്. ഇതൊരു മിഡിൽ ഓപ്ഷൻ മോഡലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ടെങ്കിൽ തന്നെയും ബ്ലൂടൂത്ത് സപ്പോർട്ടൊന്നും തന്നെ നമ്മുടെ ഈ മോഡലിൽ കമ്പനി ഡിജിറ്റലായിട്ട് നമുക്ക് ഓഡോമീറ്റർ, ഫ്യൂൽ മീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2 ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക് എല്ലാം തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ എക്കോണമി, അതുകൂടാതെ മോഡ് ബട്ടൺസ്, റിയൽ ടൈം മൈലേജ് എല്ലാം തന്നെ ഈ മോഡലിൽ കിട്ടുന്നില്ല. അത് ഫുൾ ഓപ്ഷൻ എടുത്താൽ മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാതെ ബ്ലൂടൂത്തിൻ്റെ സപ്പോർട്ടും ഫുൾ ഓപ്ഷൻ മോഡലിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മിൻഡ ബ്രാൻഡിൻ്റെ നോർമൽ കീ ആണ് നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ മെയിൻ പോർഷനിലേക്കൊക്കെ നമുക്ക് പോവാം. സിംഗിൾ സിലിണ്ടർ 125cc 4-stroke എയർ കൂൾഡ് BS6 ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന ഈ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പുതിയൊരു എഞ്ചിനാണ്, പുതിയൊരു ചേസസ് ആണ്, പുതിയൊരു ഡിസൈനാണ്, പുതിയൊരു വണ്ടിയാണ്. 125cc തന്നെ ഏറ്റവും അധികം പവർ എമിറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. നമുക്ക് 12 PS പവറും 11 Nm ടോർക്കും നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ വാഹനത്തിന് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ യൂണിക്കോണിലൊക്കെ പോലത്തെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. മെയിൻ സ്റ്റാൻഡും ഓൾറെഡി അവൈലബിൾ ആണ്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50-55 റേഞ്ചിലുള്ള നല്ലൊരു മൈലേജ് ഈ 125cc വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. വാഹനത്തിന് ഓപ്പൺ ചെയിൻ കവറാണ് വരുന്നത്. റിയർ ടയർ ഹെഗർ വരുന്നുണ്ട്. സ്പ്ലിറ്റ് ആയിട്ടുള്ള സാരി ഗാർഡ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിയർ പാസഞ്ചർ ലേഡീസ് ആണെങ്കിൽ പോലും ഒരിക്കലും അവരുടെ ഷോളോ സാരിയോ ഒന്നും കുടുങ്ങി ഒരു അപകടം പറ്റാതിരിക്കാനായിട്ട്
ഈ സാരി ഗാർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബാക്ക് ഫുഡ് റെസ്റ്റ് വരുന്നത് നോർമൽ ഫുഡ് റെസ്റ്റ് ആണ്, സ്പ്രിംഗ് ലോഡർ ഒന്നും അല്ല, നോർമൽ ഫോൾഡബിൾ ഫുഡ് റെസ്റ്റ് തന്നെയാണ് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് പോകാം. നമുക്ക് വാഹനത്തിൻ്റെ റിയർ സൈഡിൽ NSൻ്റെ പുതിയ മോഡലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക LED ടൈപ്പ് സ്പ്ലിറ്റ് LED ടെയിൽ ലാമ്പാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രീഡത്തിൽ വരുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. റിയർ സൈഡ് 130 mm ഡ്രം ബ്രേക്സ് അവൈലബിൾ ആണ്, കോമ്പി ബ്രേക്ക് സപ്പോർട്ടും അവൈലബിൾ ആണ്. ബാക്ക് സൈഡിലെ ടയറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് വണ്ണുള്ള ടയറാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ സൈസ് കൂടി ഞാൻ പറഞ്ഞുതരാം. 100/90/17 ട്യൂബ്ലെസ് ടയേഴ്സും അലോയ് വീൽസും ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷനും പുതിയ ടൈപ്പാണ്. 125cc സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് 125 mm ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള മോണോഷോക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് നമുക്ക് ഈ N125 എന്ന് പറഞ്ഞ പുതിയ മോട്ടോർ സൈക്കിളിൽ ബജാജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്വിംഗ് ആമിനെ കുറിച്ച് പറയുമ്പോൾ ബോക്സ് ടൈപ്പ് ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള സ്വിംഗ് ആമാണ് ഈ വണ്ടി ലഭിക്കുന്നത്. ഫുൾ കവേർഡ് ആണ്. അതിന് ഈ വാഹനത്തിൽ ഓൾറെഡി കിക്കർ നമുക്ക് അവൈലബിൾ ആണ്. കിക്കറും സെൽഫ് സ്റ്റാർട്ടും അവൈലബിൾ ആവുന്ന മറ്റൊരു 125cc പുതിയൊരു മെമ്പറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് വണ്ടിയുടെ എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ സൗണ്ടും എക്സോസ്റ്റിൻ്റെ സൗണ്ടും ഒന്ന് കേട്ട് നോക്കാം. പുതിയ ജനറേഷൻ സ്പോർട്സ് ബൈക്കിൽ വരുന്ന പോലെ തന്നെ അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് നമുക്ക് കമ്പനി വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ന്യൂ ജനറേഷൻ തന്നെ പറയാം, ന്യൂ ജനറേഷൻ മോട്ടോർ സൈക്കിൾ 125cc N125 മോഡലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ പെരുവാരം ജംഗ്ഷനുള്ള JKB ബജാജ് ഷോറൂമാണ്. ബജാജിൻ്റെ എല്ലാ മോട്ടോർ സൈക്കിൾസും ഈവൻ ഫ്രീഡം നമ്മുടെ CNG പെട്രോൾ മിക്സ് ആയിട്ട് റൺ ചെയ്യുന്ന ഫ്രീഡം വരെ നമ്മുടെ ഈ JKB ബജാജിൽ അവൈലബിൾ ആണ്. ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ബജാജിൻ്റെ എന്തെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ JKB ബജാജിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം 8ഓളം ബാങ്കുകളുടെ സപ്പോർട്ടുണ്ട്, സർവീസുണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത